എല്ലാവർക്കും നമസ്കാരം. ഹരേ കൃഷ്ണ. ഞാൻ ഈ കൃഷ്ണ ഭക്തി ചാനലിലൂടെ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ കീർത്തനങ്ങൾ, ഭഗവാന്റെ ശ്ലോകങ്ങൾ, ഭഗവാന്റെ സോങ്സ് ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ടാണ് ഈ കൃഷ്ണ ഭക്തി ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം കൃഷ്ണകഥകൾ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. എത്ര കൃഷ്ണകഥകൾ കേൾക്കുന്നോ, കീർത്തനങ്ങൾ കേൾക്കുന്നു, നമ്മൾ വായിക്കുന്നു, പിന്നെ ചൊല്ലുന്നു, പാടുന്നു, എത്ര ഇതാണെങ്കിലും അത് എല്ലാം തന്നെ മനുഷ്യർക്ക് എന്താ പറയുക, അവരുടെ എല്ലാ കഷ്ടതകളും ദീനങ്ങളും എല്ലാം മാറാനായിട്ടുള്ള ഒരു മരുന്നാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറയുക, ചൊല്ലുക, വായിക്കുക, ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണല്ലോ നാരായണീയം. ഭാഗവതത്തിലെ കഥകൾ ചുരുക്കി നാരായണ ചെറിയ ഒരു 100 ദശകമായിട്ട് ചുരുക്കി വർണ്ണിച്ചു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വാതരോഗത്തിന്. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, പ്രശസ്തം. അതുകൊണ്ട് ഭഗവാന്റെ കഥകൾ എത്ര തവണ കേട്ടാലും നമുക്ക് മതിയാവില്ല. അത് വീണ്ടും വീണ്ടും കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പം എനിക്ക് അത്ര അറിവില്ലെങ്കിലും എനിക്കറിയാവുന്ന കഥകൾ, കീർത്തനങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗുരുവായൂർ ക്ഷേത്രം, ആ ഗുരുവായൂർ എന്ന് പേര് വരാൻ കാരണം എന്ത്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അത് കറക്റ്റായിട്ടൊക്കെ അറിയാം. ശ്രീ ഗുരുവായൂരപ്പൻ സിനിമയിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഗുരുവായൂരിന് പേര് വന്നത് എങ്ങനെയാണ്, അതിനനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതിനെക്കുറിച്ചാണ്. അപ്പം എല്ലാവരും ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഈ കഥകളൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. എന്നാലും അതൊന്ന് പറയണമെന്ന്, ഷെയർ ചെയ്യണമെന്നുള്ള രീതിയിൽ പറയുന്നതാണ് കേട്ടോ. അപ്പം ഈ ആദ്യകാലത്തൊക്കെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടക്കുമ്പോൾ മഹാവിഷ്ണു ബ്രഹ്മാവിന് ഒരു വിഗ്രഹം കൊടുക്കുകയാണ്. അപ്പം അത് ജനക്ഷേമത്തിന് മോക്ഷം, മനുഷ്യർക്ക് കലികാലത്തിലൊക്കെ മോക്ഷം കിട്ടാനും അതിനൊക്കെയായിട്ട് ഉള്ള ഒരു രീതിയിലാണ് ആ വിഗ്രഹത്തിൻ്റെ ഒരു ഉത്ഭവം തന്നെ. അത് ശ്രീഹരി ബ്രഹ്മാവിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ പ്രജാപതിയായിരുന്ന സുബദസ് ആൻഡ് പ്രശ്നി, ഇവർ രണ്ട് ദമ്പതികൾ, അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ ഭഗവാന്റെ വിഗ്രഹം പൂജിക്കുന്നത് വഴി കുട്ടികളുണ്ടാകുമെന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവർക്ക് കൊടുക്കുകയാണ് ആ വിഗ്രഹം. അപ്പം അത് പാതാളാഞ്ജനശില എന്ന ഒരു വിശേഷമായിട്ടുള്ള ഒരു കല്ലുകൊണ്ടാണ് ആ ഇത് ഭഗവാന്റെ ചതുർബാഹു, 4 കൈകളോടും കൂടി, 4 തൃക്കൈകളോടും കൂടിയിട്ടുള്ള ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹമാണ്. അതാണ് സുബദസിനും പ്രശ്നിക്കുമായിട്ട് ബ്രഹ്മാവ് കൊടുക്കുന്നത്. അവർ ആ വിഗ്രഹം വളരെ നാളുകൾ പിന്നെ പൂജിച്ചു. അവർക്ക് ഒരു പ്രശ്നി ഗർഭനായിട്ട് വരുവാണ് ഭഗവാൻ. പ്രശ്നി ഗർഭനാണ് നമ്മുടെ ധ്രുവന് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം കൊടുക്കുന്നത്. അതിനുശേഷം അപ്പം പ്രശ്നിക്കും സുതപസിനും ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ 2 ജന്മങ്ങൾ ഇനിയും നിങ്ങളുടെ മകനായിട്ട് ഞാൻ അവതരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ത്രേതായുഗത്തിലും അവർ ഈ പ്രശ്നിയും സുതപസും കശ്യപൻ അതിഥിയായിട്ട്, ഭാര്യയും ഭർത്താവുമായിട്ട് ജനിക്കുന്നുണ്ട്. അവർക്ക് വാമനൻ ആയിട്ട് ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അതിനുശേഷം ദ്വാപരയുഗത്തിൽ ദേവകി വസുദേവനായിട്ട് ഇവർ വീണ്ടും പുനർജനിക്കുകയാണ്. അവർക്കാണ് കൃഷ്ണനായിട്ട് ഭഗവാൻ, ശ്രീകൃഷ്ണ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. അതിനുശേഷം ദ്വാരക ഭഗവാൻ മധുരയിൽ ഒക്കെ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലോട്ട് താമസം മാറ്റുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഭഗവാന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ഉദ്ധവരെ വിളിച്ച് പറയുകയാണ്, സ്വർഗാരോഹണത്തിനുള്ള സമയമായി, ദ്വാരക അതിവേഗം കടലിന് ഇരയാകും. പക്ഷേ
അപ്പോൾ ഈ ദേവകിയും വസുദേവർക്കും ആ വിഗ്രഹം കിട്ടിയപ്പോൾ ആ വിഗ്രഹം ഇവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദേവകിയമ്മ ആ വിഗ്രഹത്തെ തന്നെയാണ് പൂജിച്ച് എപ്പോഴും പൂജിക്കുകയും അതിനെ അണിയിച്ചൊരുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അപ്പം എൻ്റെ അമ്മ പൂജിച്ചിരുന്ന വിഗ്രഹം ആണ് എന്നുള്ള രീതിയിൽ ഭഗവാൻ ദ്വാരകയിലോട്ട് ആ വിഗ്രഹം കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഭഗവാൻ അത് ഒരു ചെറിയ ക്ഷേത്രം പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ അതിന് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ അത് നോക്കുന്നുണ്ടായിരുന്നു ആ വിഗ്രഹം. അപ്പോൾ അത് ഉദ്ധവരെ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് ഉദ്ധവരെ വിളിച്ച് പറയുകയാണ്, എനിക്ക് സ്വർഗാരോഹണത്തിൻ്റെ സമയമായി, അപ്പോൾ ദ്വാരക അതിവേഗം കടലിനിരയാകും. പക്ഷേ നമ്മൾ പൂജിച്ചു വന്നിരിക്കുന്ന ഈ വിഗ്രഹം നശിക്കാനുള്ളതല്ല, അത് യുഗാന്തരം കോടിക്കണക്കിന് ജനങ്ങൾക്ക് അത് കലികാലത്തിലുള്ള വിഷമങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം മോചനം കിട്ടാനായിട്ട് ഈ വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യം ആ വിഗ്രഹത്തിൽ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അത് യഥാസ്ഥാനത്ത് അത് പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു. ആ സമയം തന്നെ ദ്വാരക കടലെടുത്തു. അതിലുള്ള സകലതും നശിക്കും, കടലിനടിയിലാവും. അപ്പോൾ ഉദ്ധവർ ഓടിച്ചെന്ന് ഈ വിഗ്രഹത്തിൻ്റെ അപ്പോൾ പറഞ്ഞായിരുന്നു, വിഗ്രഹം നോക്കുമ്പോൾ വിഗ്രഹം അവിടെയും കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ വെള്ളത്തിന് മുകളിലായിട്ട് ഈ വിഗ്രഹം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. ഉടനെ ഉദ്ധവർക്ക് മനസ്സിലായി അത് ആ വിഗ്രഹം തന്നെയാണ്, ഭഗവാന്റെ ചതുർബാഹു വിഗ്രഹമായിരുന്നു അത്. ഒഴുകി നടക്കുന്ന ആ വിഗ്രഹത്തിൽ എടുക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ കടലിൻ്റെ തിരകൾ മാലകൾക്കിടയിലൂടെ ഇങ്ങനെ പൊങ്ങിയും താന്നും. അപ്പോൾ ഉടനെ വായുദേവനെ വിളിക്കുകയാണ്. വായുദേവൻ വരും. വായുദേവനുണ്ട്, പിന്നെ ഗുരുവായ ബൃഹസ്പതിയുണ്ട്. അപ്പം അവരുണ്ടായി. അപ്പോൾ വായുദേവൻ ചെന്ന് വിഗ്രഹം എടുത്തുകൊണ്ട് കരയ്ക്ക് കൊണ്ടുവരികയാണ്. പിന്നെ ഗുരുവായ ബൃഹസ്പതി, അപ്പോൾ ഇവർ രണ്ടുപേരെ ആ വിഗ്രഹം ഏൽപ്പിച്ചിട്ട് ഉദ്ധവർ ബദരാശ്രമത്തിൽ പോയി തപസ്സിനായിട്ട് പോവുകയാണ് ഭഗവാൻ പറഞ്ഞ പ്രകാരം. അപ്പം പിന്നെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി ആ വിഗ്രഹം യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള സ്ഥലം തിരഞ്ഞ് ആകാശമാർഗ്ഗം നടക്കുമ്പോഴാണ് അവർ ഒരു സ്ഥലത്ത് ചിലപ്പോൾ താമരപ്പൊയ്കയൊക്കെയുള്ള ഒരു സ്ഥലം കാണുകയാണ്. അപ്പോൾ അതിന് തൊട്ടടുത്തായി ശിവനും പാർവതിയും താണ്ഡവ നൃത്തമാടുന്ന ഒരു രംഗവും കൂടി കാണുകയാണ്. അപ്പം അവർക്ക് മനസ്സിലായി ഈ സ്ഥലം പുണ്യസ്ഥലമാണ്. അപ്പോൾ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ശരിക്കുള്ള സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ അവർ താഴെ ഇറങ്ങിയപ്പോൾ ശിവനും പാർവതിയും കൂടി അവരെ അനുഗ്രഹിച്ചിട്ട് പറയുവാണ്, ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ട പുണ്യസ്ഥലം ഇത് തന്നെയാണെന്ന് പറയുകയാണ്. അങ്ങനെ ഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി പ്രതിഷ്ഠിച്ചതാണ് ഗുരുവായൂർ എന്ന പേര് ഉണ്ടായെന്നാണ് ഐതിഹ്യം. പിന്നെ അതിനുശേഷം അവിടെ പൂജാവൃത്തികൾ യഥാക്രമമൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്ഭവം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. തൊട്ടടുത്തായി ശിവനും പാർവതിയും സ്വയംഭൂവായി മമ്മിയൂർ ക്ഷേത്രമായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് ഗുരുവായൂരിൻ്റെ ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഗുരുവായൂർ അമ്പലത്തിലെ പ്രത്യേകതകളും അവിടുത്തെ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ തന്നെ പലർക്കും ഇത് കേൾക്കുന്ന പലർക്കും ആ അനുഭവം തന്നെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഇതായിരിക്കും ഭഗവാന്റെ മാഹാത്മ്യം. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ചാനൽ. ഇനിയും കൂടുതൽ ഭഗവാന്റെ വിശേഷങ്ങൾ, ഭഗവാന്റെ കഥകൾ, കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ, പാട്ടുകൾ ഇതൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാനാണ് ഞാൻ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഭഗവാനേ നാരായണ.